അങ്ങനെ സൺഡേയിലൊരു ദർശനമാകാൻ വിചാരിച്ച അമ്പലത്തിലേക്ക് ഇറങ്ങിയതാട്ടോ. അമ്പലം നമ്മൾ പോകുന്നത് കരുളായിപ്പുള്ളിയിലുള്ള ശ്രീ ചെമ്മന്തട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ. അവിടെ ചെന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി പ്രസാദത്തെ കളർഫുള്ളൊക്കെ നോക്കി പിന്നെ പ്രസാദമൊക്കെ നമ്മൾ നെറ്റിയിൽ ചാർത്തി നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന് അപ്പോൾ അവിടെ ഉപ്പുമാവും ചായയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കായതിനാൽ അതെല്ലാം കഴിഞ്ഞു. കുറച്ചുണ്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബൈക്കിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ നടന്ന് വന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, സൺഡേയിലല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു മോഹമായി എന്നാൽ നിലമ്പൂരിലേക്ക് പോകാൻ വിചാരിച്ച് നേരെ നിലമ്പൂരെത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വണ്ടിയിലേക്ക് ഒന്ന് തൊടിയിച്ചിട്ട് പോയി. ആ നിലമ്പൂർ പോകണ വയ്ക്കാൻ നമ്മളതിൽ റൂട്ടിൽ ഓടണ ഒരു മുതലൊക്കെ ഉണ്ട്. ആൾ പണിപ്പുരയിലാട്ടോ. അപ്പോൾ പുട്ടിപ്പണി ഉണ്ട്. അങ്ങനെ ടയറൊക്കെ അപ്പോളിൻ്റെ ടയറൊക്കെ കയറ്റിയിട്ടുണ്ട്. പുട്ടിയൊക്കെ വലിച്ച് നല്ല വണ്ടി ഏതാ മനസ്സിലായില്ല, ഡെന്നീസിനെ നമ്മളെ മരുതക്കട മഞ്ചേരി റൂട്ടിൽ ഓടണേ. അപ്പോൾ വണ്ടീൻ്റെ ഷെഡിലേക്ക് ഞാൻ കയറി ചെന്ന് വണ്ടി മൊത്തത്തിൽ നോക്കി ബോഡി സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട്. പുട്ടിപ്പണി എല്ലാം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഏകദേശം കുറേ വണ്ടികളൊക്കെ വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ക്യാബിലൊക്കെ കയറിയിട്ട് അതിലൊക്കെ ഫുള്ള് നോക്കി സൈഡത്തെ മിററും കാര്യങ്ങളൊക്കെ പുട്ടിയൊക്കെ വലിച്ചിട്ടിട്ടും സീറ്റ് കുറേ ഊരി വെച്ചിട്ട് കുറേ പുതിയ സീറ്റ് കയറ്റിയിട്ടുണ്ട്. കുറേ വള്ളിയും പെയിൻറ്റിൻ്റെ കുപ്പിയൊക്കെ. പിന്നെ അങ്ങോട്ട് ബാക്കോട്ട് ഞാൻ പോയില്ല, മുന്നിൽ കൂടെ തന്നെ ഇറങ്ങി. മേലേക്ക് സ്റ്റെയർ കോണിയും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിരുന്നു. ഒക്കെ പണിയും പെയിൻറ്റിങ്ങും കാര്യങ്ങളായിട്ട് ആകെ പെയിൻറ്റും കാര്യങ്ങളും. പിന്നെ വെള്ളമുണ്ടും ഷർട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് വരില്ല ആശാക്കേണ്ട വിചാരിച്ചു ഇല്ലാതെ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നില്ല. പിന്നെ വണ്ടീൻ്റെ ഫ്രണ്ടത്തെ ഒരു ലുക്കാട്ടത്. ഏകദേശം ഫ്രണ്ടൊക്കെ നല്ല നീറ്റ് ഭംഗിയിൽ എഴുതിക്കണം. നല്ല വെയിലടിക്കണ കുറച്ച് മറച്ചൊക്കെ വെച്ചാണ്. ഇവിടെ നിന്നാണ് നമ്മൾ CTS ഒരുവിധം വണ്ടിയൊക്കെ പെയിൻറ്റ് അടിച്ച് ഇറങ്ങിയിട്ടുണ്ടോ. നല്ല പെയിൻറ്റിങ് കാര്യങ്ങളുണ്ടോ. പിന്നെ സൈഡിൽ ബോഡിയൊക്കെ നോക്കി ബോഡിയൊക്കെ കംപ്ലീറ്റ് കുറേ ബോഡിയൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ ബോഡി കയറ്റിങ്ങനെ സൈഡിലൊക്കെ പുട്ടിയൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടോ. നമ്മൾ വിരൽ ഓടിച്ചാലൊക്കെ ഒരു പാടോ കാര്യങ്ങളൊന്നുമില്ല. ഡോറൊക്കെ പിന്നെ അതന്നെ കേട്ടോ. പിന്നെ ബാക്ക് പോർഷൻ നോക്കാൻ വിചാരിച്ച് പോയി അവിടെ മറച്ച് പച്ച ഷീറ്റൊക്കെ മറച്ച് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. എന്നാലും നമ്മളെ ഡെന്നീസിൻ്റെ പേരൊക്കെ പഴയ പേര് ബാക്കിൽ ഇപ്പോഴും അതേപോലെ തന്നെ ഇടാം. അതൊന്നും ഒരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അങ്ങനെ വീണ്ടും ഫ്രണ്ടിലൊരു ലുക്ക് വീണ്ടും ഞാനിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇത് എവിടെ കിടക്കണ അറിയണ്ടേ, കേരളായി പുള്ളിയിലാട്ടോ, സ്കൂളിൻ്റെ മുന്നിലാണ്. അപ്പോൾ ന്യൂ ലുക്ക് സ്പ്രേ പെയിൻറ്റ് ഇവിടെ കേട്ടോ ഒരു വണ്ടി കിടക്കണേ. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി പെയിൻറ്റ് അടിച്ചോളൂ. പക്കയാണ്, കാര്യങ്ങളൊക്കെ ഉഷാറാവും. നമുക്ക് റൂട്ടിൽ ഇറങ്ങിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തിയിട്ടോ. നിലമ്പൂരെത്തിയപ്പോഴാണ് നമ്മൾ ഗണേശ് സാറിൻ്റെ ഷിഫ്റ്റ് KSRTC ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഇങ്ങനെ പോകണം. ഇങ്ങനെ നോക്കി നിന്നു. ബാംഗ്ലൂർ പോയാൽ നമുക്ക് എന്തായാലും ഇന്ന് എത്താൻ പറ്റില്ല വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, മഞ്ചേരിക്കറ്റം പോകാൻ വിചാരിച്ചു നമ്മൾ ബൈക്കടെ സൈഡാക്കിയിട്ട് നേരെ ബസ് കയറി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് വേറൊരു വൈബാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു. ബസ് നമ്മളെ പിക്നിക്കാട്ടോ, മുണ്ടേരി മഞ്ചേരി റൂട്ടിൽ ഓടണേ. അപ്പോൾ ആൾ കുറവായതുകൊണ്ട് ഉച്ച ടൈമല്ലേ, ഇരിക്കാനൊക്കെ നല്ല സീറ്റും കാര്യങ്ങളും സ്പേസൊക്കെ ഉണ്ട്. ആരും നിൽക്കണ ആരും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, എല്ലാം ഇരുന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബസ്സിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബ് മൂടാം. ഡ്രൈവർ ആൾ പുള്ളി തന്നെ വലിയ കുലുക്കവും കരക്കളൊന്നുമില്ല, കട്ടളൊന്നും ചാടിക്കില്ല. വളരെ ടൈമുള്ളതിനാൽ മത്സരിക്കാനൊന്നുമില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ട് അതിലൊക്കെ ഇങ്ങനെ പോയിട്ട് 5 ദിവസം ആൾ ഹാപ്പി ആട്ടോ. ബസ്സിലൊക്കെ കുറേ ആയിട്ട് കയറണമെന്നുണ്ട്. 5 ദിവസമൊക്കെ ചിരിച്ച് കളിച്ച് നല്ല രസിച്ച് പോവാണ്. ബാക്കിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരും പിന്നെ ഇവിടെയൊക്കെ കയറാനും ഇറങ്ങാനൊന്നുമില്ല. ബസ് അങ്ങനെ ഒരു മെല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് മഞ്ചേരി അറിഞ്ഞില്ല, മെല്ലെ പോയത് കൊണ്ടാണെന്ന് അറിയില്ല. എത്തിയപ്പോൾ നമ്മളെ മരുത ബസ് ഉണ്ട്, NKB ഉണ്ട്, നമ്മളെ 3 സ്റ്റാർ ഉണ്ട്. നമ്മളെ നാട്ടിൽ കൂടെ ഓടുന്ന ബസ് കൊണ്ട് ഒരു ആറാട്ടാണ്. ആ ബസ്സിനൊക്കെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വിചാരിച്ച് കയറി. ഞാനൊരു ബീഫ് ബിരിയാണി ഉണ്ട് വാങ്ങി. 5 ദിവസത്തെ ചിക്കൻ ബിരിയാണി വാങ്ങി. ഞാൻ ബീഫ് ബിരിയാണി, ബീഫ് ഇങ്ങോട്ട് കട്ടിക്കണം, ബീഫിൻ്റെ ഇതൊന്നും വെന്തിട്ടില്ല. പിന്നെ ഒരു വിധത്തിലൊക്കെ കഴിച്ച് ബാക്കി സലാഡൊക്കെ അടിച്ച് കയറ്റി ദഹനം നടക്കട്ടെ ഒരു തണുത്തോളൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആലങ്ങാടൻ്റെ ഒരു എൻട്രൻസ് നിന്ന് എടുക്കാൻ വിചാരിച്ചു. ആലങ്ങാടൻ വന്ന് ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് കയറട്ടെ, മഞ്ചേരി സ്റ്റാൻഡിലേക്ക് വന്നിട്ട് കയറുന്ന ഒരു വീഡിയോസ് എടുക്കാം. ആലങ്ങാടനൊക്കെ വളരെ ഉച്ച ടൈമാണ് ആയതുകൊണ്ടാണ് അറിയില്ല, മെല്ലെ പോകണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ജാപ്കോ പിന്നെ ട്രാക്കിലേക്ക് കയറ്റിയിടുന്നുണ്ട്. സനമോൾ പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സനമോളിൽ കയറിയിട്ട് അങ്ങോട്ട് പോരാ വിചാരിച്ചു. അപ്പോഴാണ് സനമോൾ കയറുന്നതെന്നോ. പിന്നെ നമ്മൾ ഗാലക്സി കേട്ടോ, കാളിയാവ് ഒരുപാടുണ്ട് വണ്ടി, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുക. സ്റ്റാൻഡല്ലേ, പല വണ്ടികൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താറില്ല, നമുക്കിങ്ങനെ എൻ്റർടൈൻമെൻറ്റാണ് പറയുന്നത്. ഇന്നത്തെ സമയം പോകണമല്ല. ഏതായാലും സാനിയെ കയറിയിരുന്ന് യാത്ര തുടങ്ങി, നിലമ്പൂരിലേക്കുള്ള യാത്ര മഞ്ചേരിയിൽ നിന്ന്. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടത് സൈഡിലൊക്കെ ഇങ്ങനെ കവറുകൾ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ ചാർക്കലും വാൾ വെക്കണി, പെട്ടെന്ന് അതിൽ സാധിച്ച് കാര്യങ്ങൾ തെറിയാം, പുറത്തേക്ക് തെറിയാം. അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി, സാനയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മളെ സാന, നമ്മളെ വീട്ടിൽ സാന മോളാണ്, പാലക്കാട് വീട്ടിൽ സാനയല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.